ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞു പോയ വർഷം ഏറ്റവും അധികം റിട്ടേൺ നൽകിയ കമ്പനി ഏതാണ്? അതുപോലെ ഏറ്റവും മോശം റിട്ടേൺ നൽകിയ കമ്പനി ഏതാണ്? ഈ രണ്ട് സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നടന്നത്. അപ്പോൾ ഈ ശ്രമം നടത്തുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ, ലേണിംഗ് ആയിട്ടുള്ള കുറേ ആസ്പെക്റ്റുകൾ ഈ കാര്യത്തിലുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും അധികം റിട്ടേൺ നൽകിയ കമ്പനി കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് screener.in എന്ന സൈറ്റിൽ പോയിട്ട് ഇങ്ങനെയൊരു ഫിൽട്ടർ കൊടുക്കാം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഒരു വർഷം കൊണ്ട് 10 ഇരട്ടിയായി തിരിച്ചു തന്ന സ്റ്റോക്കുകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാം. 10 ഇരട്ടി എന്ന് പറയുമ്പോൾ അത് 1000% റിട്ടേൺ ആണ്, 10x മൾട്ടിപ്പിൾ. അപ്പോൾ ഒരു വർഷം കൊണ്ട് 1000% റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഫിൽട്ടർ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ അത്ഭുതകരമാണ്. മൊത്തം 22 സ്റ്റോക്കുകൾ 1000% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത പണം 10 ഇരട്ടി അധികമായി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരു സ്റ്റോക്ക് 6000% റിട്ടേൺ ആണ് നൽകിയത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം 1 ലക്ഷമാണെങ്കിൽ അത് 60 ലക്ഷത്തിന് മേലെ റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം 3 സ്റ്റോക്കുകൾ 3000%-ലധികം റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ വേറെ 2000%-ലധികം നൽകിയ വേറെ 3 സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ 90% സ്റ്റോക്കുകളും പെന്നി സ്റ്റോക്ക് നിലവാരത്തിലുള്ള കമ്പനികളാണ്. ഇവയിൽ പകുതിയോളം പെന്നി സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ലോ പ്രൈസിൽ, അതായത് 10 രൂപയിൽ താഴെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളാണ്. അതായത് ഈ ഒരു വർഷം 10 രൂപയിൽ താഴെ സ്റ്റോക്ക് പ്രൈസ് കാണിച്ച സ്റ്റോക്കുകളാണ് ഇങ്ങനെയുള്ള റിട്ടേൺ നൽകിയിട്ടുള്ളത്. അപ്പോൾ മൊത്തം 22 സ്റ്റോക്കുകളിൽ 8 സ്റ്റോക്കുകൾ മാത്രമാണ് 1000 കോടി മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ളത്. ബാക്കി 14 സ്റ്റോക്കുകളും മൈക്രോ ക്യാപ്പ്, നാനോ ക്യാപ്പ് ഗണത്തിൽപ്പെട്ട സ്റ്റോക്കുകളാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ 6000% റിട്ടേൺ തന്ന ആ സ്റ്റോക്കിൻ്റെ പേര് ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതാണ് 2023 സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ സ്റ്റോക്കുകൾ എടുത്താലും ഏറ്റവും അധികം റിട്ടേൺ നൽകിയ സ്റ്റോക്ക്. നേരത്തെ പറഞ്ഞതുപോലെ 2023 തുടക്കത്തിൽ ജനുവരിയിൽ 1 ലക്ഷം രൂപ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരാൾക്ക് 60 ലക്ഷത്തിന് മുകളിലുള്ള ഒരു റിട്ടേൺ ആയിരിക്കും സ്വാഭാവികമായിട്ടും ലഭിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇത്രയധികം റിട്ടേൺ ലഭിച്ചെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ബിസിനസ് എന്താണെന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. അപ്പോൾ 1995 ഇൻകോർപ്പറേറ്റഡായ ഈ കമ്പനി, ഇതിൻ്റെ ഈ പല സൈറ്റുകളിലും ഇതിൻ്റെ ബിസിനസ് കാണിക്കുന്നത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനി എന്നാണ്. എന്നാൽ ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുക ഇവർ റൺ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റുകൾ, ഓർഗാനിക് ആയിട്ടുള്ള ബിസ്ക്കറ്റുകളും ആ ബേക്കറി പ്രൊഡക്റ്റുകളും വിൽക്കുന്ന ഒരു FMCG കമ്പനിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വിചിത്രമായ പല കാര്യങ്ങൾ ഈ കമ്പനിയിൽ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ കമ്പനി ഒരു കാലത്ത് ഈ 3 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ്. ആ സമയത്തൊക്കെ ഈ സ്റ്റോക്ക് വൻ നഷ്ടത്തിലായിരുന്നു. 1995 കോർപ്പറേറ്റ് ഈ കമ്പനി അതിൻ്റെ ബിസിനസ് മാത്രമല്ല അതിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം മാറിയിട്ടുണ്ട്. അതായത് വർഷങ്ങളോളം യാതൊരു പ്രൊഡക്ഷനും നടക്കാതെ, യാതൊരു സെയിൽസും നടക്കാതെ, 0 സെയിൽസും 0 പ്രോഫിറ്റും കാണിച്ച ഒരു കമ്പനിയാണ്. നമ്മളിതിൻ്റെ ബാലൻസ് ഷീറ്റുകളൊക്കെ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള സെയിൽസും പ്രോഫിറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റും സെയിൽസും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ കാരണം ഈ കമ്പനിയുടെ പഴയ ബിസിനസ്സൊക്കെ അവർ പൂട്ടിക്കെട്ടിയിരുന്നു. അത് കംപ്ലീറ്റ് വർഷങ്ങളോളം പ്രൊഡക്ഷൻ നടക്കാതെ അവരുടെ പ്ലാന്റുകൾ, പ്രത്യേകിച്ച് പ്രിൻറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. അത് ഉണ്ടാക്കുന്ന പ്ലാന്റുകളൊക്കെ മൊത്തം നശിച്ച് യാതൊരുവിധ സെയിൽസ് നടക്കാതെ നിന്ന് വർഷങ്ങളോളം നിന്നിരുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സൊക്കെ ഒന്നുകിൽ അവർ വേറെ ആളുകൾക്ക് വിറ്റു, അല്ലെങ്കിൽ വേറെ മാനേജ്മെൻറ്റ് അത് ഏറ്റെടുത്തു. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരൊരു ബിസ്ക്കറ്റ് ഫാക്ടറി ഏറ്റെടുക്കുകയായിരുന്നു. ആ ബിസ്ക്കറ്റ് ഫാക്ടറി വഴി ഇവർ പുതിയ ബിസ്ക്കറ്റുകളൊക്കെ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടാണ് അവർ ബിസിനസ് പുനരാരംഭിച്ചത്. അപ്പോൾ അതിന് 1 വർഷത്തെ വെച്ച് ചരിത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പഴയ ഹിസ്റ്ററി നമുക്ക് കാണാൻ കഴിയാത്തത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 365 കോടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് ഈ ഷെയർ പ്രൈസിലുണ്ടായ ഒരു ഹൈപ്പ് കാരണമാണ് ഇത്രയധികം മാർക്കറ്റ് ക്യാപ്പ് കാണുന്നത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ഉള്ളത് 450 രൂപയുടെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ
ഹൈ, ഏറ്റവും ഓൾ ടൈം ഹൈ പോയത് 470 വരെ പോയിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു 20 രൂപയുടെ ഒരു കറക്ഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഈ 2023 തുടക്കത്തിൽ ഇതിൻ്റെ പ്രൈസ് വെറും 7 രൂപ 59 പൈസയായിരുന്നു. അപ്പോൾ ആ 7 രൂപയിൽ നിന്നാണ് ഈ പറയുന്ന ഒരു 6000% ഈ ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ വന്നത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 268ആണ്. ഇൻഡസ്ട്രി PE 41ആണ്. ആ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് FMCGയുടേതാണോ അതല്ല പഴയ പ്രിൻറ്റഡ് സർക്യൂട്ടിൻ്റെ ആണോ എന്ന് വ്യക്തമല്ല. എങ്കിലും ഇൻഡസ്ട്രി PE തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ഹൈ ആണ് ഇതിൻ്റെ വാല്യുവേഷൻ. ബുക്ക് വാല്യൂ 86 മാത്രമുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം ഡിവിഡൻഡ് ഈൽഡോ അതിൻ്റെ ഹിസ്റ്ററിയോ അതേപോലെ ROC എത്ര ഉണ്ടെന്നോ ROE എത്ര ഉണ്ടെന്നോ അതുപോലെ സെയിൽസ് ഗ്രോത്ത് എത്ര ഉണ്ടെന്നോ പ്രോഫിറ്റ് ഗ്രോത്ത് എത്ര ഉണ്ടെന്നോ ഒന്നും നമുക്കുള്ള ഡാറ്റകൾ അവൈലബിൾ അല്ല. കാരണം അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ അവർ മായ്ച്ചു കളഞ്ഞതാണ്. അപ്പോൾ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ആവറേജ് വോളിയം, ഒരു വർഷത്തെ വോളിയം എന്ന് പറയുന്നത് ഒരു 12,403 മാത്രമാണ്. അത്ര നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ ഇതിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വെറും 6000 എണ്ണം മാത്രമാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 6% ഒരു സ്റ്റേക്ക് ഇതിലുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു 0.19 ഒരു സ്റ്റേക്ക്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ 6% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൾക്കിൽ ഡീലിലൂടെ ആയിരിക്കാം ഇത് മാർക്കറ്റിന് പുറത്ത് ഈ ഒരു ഡീല് നടന്നിട്ടുണ്ടാകുക. അതുകൊണ്ടായിരിക്കും സ്റ്റോക്ക് വൻതോതിൽ മുന്നേറിയിട്ടുണ്ടാകുക. പബ്ലിക് ഹോൾഡിംഗ് 36%, പ്രൊമോട്ടേഴ്സിന് 56% സ്റ്റേക്കും ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഹൈ വാല്യുവേഷൻ എത്തി ഈ സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസ് ഈ പീക്ക് ഈ ലെവലിൽ അധികകാലം നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അതിന് ആനുപാതികമായിട്ടുള്ള ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഈ സ്റ്റോക്ക് അടുത്ത ക്വാർട്ടറുകളിലൊക്കെ കാണിച്ചാൽ മാത്രമേ ആ ഒരു പ്രൈസ് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അനിവാര്യമായ ഒരു ഇറക്കം ഈ സ്റ്റോക്കിൽ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് പല ഫൈനാൻഷ്യൽ ഡാറ്റകളും അൺഅവൈലബിളായ കാര്യമായൊരു ഫണ്ടമെൻ്റൽസ് ഒന്നും കാണാത്ത ഒരു ഹൈ റിസ്ക് സ്റ്റോക്ക് എന്നുള്ള നിലയിൽ ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു ഹൈ റിസ്ക് സ്റ്റോക്ക് ആയതുകൊണ്ട് ഇതിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 7 രൂപയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതായിരുന്നു. പക്ഷേ 450 രൂപയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അടുത്തതായി കഴിഞ്ഞ വർഷം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കിനെ കണ്ടെത്താൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി സ്ക്രീനിൽ 0ൽ താഴെ റിട്ടേൺ നൽകിയ കമ്പനികളെ കണ്ടെത്താൻ ആദ്യം ശ്രമിക്കാം. ഈ ഒരു ഫിൽട്ടർ നൽകിയപ്പോൾ നമുക്ക് ഏകദേശം 1052 സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ 1052 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്തിനെ നശിപ്പിച്ച സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ഒരു വർഷം. അപ്പോൾ ഇവയിൽ 103 സ്റ്റോക്കുകൾ -50% നഷ്ടം. അതായത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം നേരെ പകുതിയോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിട്ടുണ്ടാവും. അതുകൂടാതെ ഇതിൽ -90% വരെ നഷ്ടം നൽകിയ 3 സ്റ്റോക്കുകളുണ്ട്. അതായത് 1,00,000 രൂപ 2023 ജനുവരിയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ പണം വെറും 10,000 രൂപയായിട്ട് കുറഞ്ഞതായിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ 0ൽ താഴെ റിട്ടേൺ നൽകിയ 1052 സ്റ്റോക്കുകളിൽ 696, അതായത് ഏകദേശം പകുതിയിലധികം സ്റ്റോക്കുകളും 50 രൂപ താഴെ വിലയിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവയിൽ തന്നെ 366 സ്റ്റോക്കുകൾ 10 രൂപയിൽ താഴെയുള്ള വിലയുള്ള സ്റ്റോക്കുകളായിരുന്നു. അപ്പം ഇതിലൊക്കെ പെന്നി സ്റ്റോക്കുകളാണ് മൊത്തത്തിൽ ലൈം ലൈറ്റിൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1052 സ്റ്റോക്കുകളിൽ ഏകദേശം 900 സ്റ്റോക്കുകളും 1000 കോടി മാർക്കറ്റ് ക്യാപ്പിൽ താഴെയുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് എത്ര താഴെയുള്ള സ്റ്റോക്കുകളാണ്, അതാണ് ഏറ്റവും അധികം നഷ്ടം വരുത്തി വെച്ചതിൽ മനസ്സിലാക്കാം. അപ്പോൾ 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 150 സ്റ്റോക്കുകളുണ്ട്. അതിൽ തന്നെ അദാനി സ്റ്റോക്കുകളും അതുപോലെ രാജേഷ് എക്സ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒഴിച്ചാൽ മറ്റ് 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളൊന്നും 20% അല്ലെങ്കിൽ 25% കൂടുതൽ നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് വരുത്തി വെച്ചിട്ടില്ല. കൂടാതെ നമുക്ക് ഇവിടെ കാണാമെങ്കിൽ കൂടുതലായിട്ട് നഷ്ടം വരുത്തി വെച്ച അദാനി സ്റ്റോക്കുകളായാലും രാജേഷ് എക്സ്പോർട്ട് ആയാലും അതൊക്കെ ഇപ്പോൾ ഒരു റിക്കവറി മോഡിലാണ്. അപ്പോൾ 1000 കോടിക്ക് മുകളിൽ, അതായത് നല്ല മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ സ്വാഭാവികമായിട്ടും ചെറിയ തോതിൽ ഇടിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പെന്നി സ്റ്റോക്കുകളുടെ അവസ്ഥ അങ്ങനെയല്ല. ഇനി നമുക്ക് നഷ്ടം വരുത്തി വെച്ച സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിയ സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. അതിവിടെ വൈറ്റ് ഓർഗാനിക് റീറ്റെയിൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കാരണം ഇത് ഉണ്ടാക്കി വെച്ച നഷ്ടം -95 ആണ്. അതായത് 1 ലക്ഷം ഈ വർഷം തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം
അയാൾക്ക് 5,000 രൂപയായിട്ട് ആ 1 ലക്ഷം ചുരുങ്ങിയതായിട്ട് കാണാം. അയാളുടെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്കിൻ്റെ വില ഇപ്പോൾ 5,000 രൂപയായിരിക്കും. 1 ലക്ഷം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 5,000 രൂപയായിട്ട് ക്യാപിറ്റൽ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 2011 ഇൻകോർപ്പറേറ്റ് ചെയ്ത വൈറ്റ് ഓർഗാനിക് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനി ഓർഗാനിക് അഥവാ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അതേപോലെ തന്നെ ഇനോർഗാനിക് ആയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആയൊരു കമ്പനിയാണ്. ഇവർ ഓയിൽ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങിയവയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാർഷിക മേഖലയിലുള്ള ഒരു കമ്പനിയായിരുന്നു ഇത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 24 കോടി മാത്രമാണ്. വളരെ ചെറിയൊരു മൈക്രോ നാനോ ക്യാപ് കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ കാണുന്നത് 7.41. ഇതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 161 ആയിരുന്നു. അപ്പോൾ ആ 161 നിന്നാണ് ഈ സ്റ്റോക്ക് ഡൗൺ ആയിട്ട് 7.41 എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 52 വീക്ക് ഹൈ എന്ന് അതായത് 95% ഒരു കറക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇനി അതിന് മുമ്പത്തെ വർഷം ഇത് 342 വരെ അതിൻ്റെ ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും നോക്കേണ്ടത് 342 എന്നാണ് ഈ ഒരു 7 ഈ സ്റ്റോക്ക് തകർന്നടിഞ്ഞത് എന്ന് മനസ്സിലാക്കാം. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല, കാരണം അത് നെഗറ്റീവാണ് സ്വാഭാവികമായിട്ടും. അതുപോലെ ഇൻഡസ്ട്രി PE 68.8 അവിടെ നോക്കി ഇൻഡസ്ട്രി PE. അപ്പോൾ ഇൻഡസ്ട്രിക്ക് യാതൊരു വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം ഈ കമ്പനിക്ക് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 5 ഇയേഴ്സിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ ആവറേജ് PE 114. അതാണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. 114 എന്നുള്ള PE റേഷ്യോയിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇതേപോലെ തകർന്നടിഞ്ഞിട്ട് 0 അല്ലെങ്കിൽ നെഗറ്റീവ് PE റേഷ്യോയിലേക്ക് പോയിട്ടുള്ളത്. ബുക്ക് വാല്യൂ 3.21 മാത്രമാണ്. ഡിവിഡൻഡ് ഈൽഡിൻ്റെ യാതൊരു ഹിസ്റ്ററി നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ROCE -8.01 ആണ്. ROE -9.18 ആണ്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ -88.7 ആണ്. കഴിഞ്ഞ 12 മാസത്തെ സെയിൽസ് ഗ്രോത്ത് -88%. അതായത് അവരുടെ സെയിൽസ് പൂർണ്ണമായും ഇല്ലാതായി എന്ന് മാത്രം. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ -399% ആണ്. ഒരു വൻതോതിലുള്ള ഒരു തകർച്ചയാണ് ഈ സ്റ്റോക്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ സെയിൽസിൽ, ബിസിനസ്സിൽ തന്നെയാണ് കുഴപ്പം. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്കും തകർന്നടിഞ്ഞത്. ആവറേജ് വോള്യൂം ഒരു വർഷം നോക്കുകയാണ് 1,20,000 നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ധാരാളമുള്ള ഒരു സ്റ്റോക്കാണ്. സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിലുള്ള ഒരു തകർച്ച കാരണം പാനിക്കായിട്ട് വൻതോതിൽ സെല്ലിങ് നടന്നത് കാരണം ട്രേഡിംഗ് വോളിയം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് 1% മാത്രമേ ഇതിലുള്ളൂ. DISൻ്റെ യാതൊരുവിധ ഹോൾഡിങ്ങും ഇല്ല. പബ്ലിക് ഹോൾഡിംഗ് 63% ഉണ്ട്. അതുതന്നെ ഏറ്റവും വലിയ റിസ്ക്കാണ് ഈ സ്റ്റോക്കിൽ. പ്രൊമോട്ടർ ഹോൾഡിംഗ് 35%. അപ്പോൾ 2021 ആരംഭിച്ച ഈ സ്റ്റോക്കിലെ റാലി, അന്ന് ഏകദേശം 5 രൂപ റേഞ്ചിലായിരുന്നു ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ആ റാലി നടന്ന് 342 വരെ എത്തിയതിന് ശേഷമാണ് ഇത് താഴോട്ടേക്ക് വന്നത്. അപ്പോൾ ആ 340 പോകുന്ന ആ ഒരു ജേണിയിൽ, ആ ഒരു യാത്രയിൽ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ വളരെ മനോഹരമായിരുന്നു. അതിങ്ങനെ വളർന്നു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റർ ധാരാളമായി സ്റ്റോക്കിൽ കയറി കൂടിയത്. എന്നാൽ ആ പീക്കിൽ നിന്നാണ് ഇപ്പോൾ തകർന്നടിഞ്ഞ് താഴോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതിൽ ഈ 2 സ്റ്റോക്ക് ഞാനിവിടെ പരാമർശിച്ച ഏറ്റവും അധികം ലാഭം കിട്ടിയ സ്റ്റോക്കുകളും ഏറ്റവും നഷ്ടം കിട്ടിയ 2 സ്റ്റോക്കുകളും പെന്നി സ്റ്റോക്കുകളാണ്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഹൈയിൽ നിന്ന് താഴോട്ടേക്ക് വന്നു, മറ്റൊന്ന് അതിൻ്റെ ലോയിൽ നിന്നും മുകളിലിട്ട് പോയി. സ്വാഭാവികമായിട്ടും ഈ ഒരു യാത്ര ഈ പെന്നി സ്റ്റോക്കുകളിൽ എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസ്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ പെന്നി സ്റ്റോക്കുകളിലെ റിസ്ക് വളരെ കൂടുതലാണ്, അതിൻ്റെ റിവാർഡും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെന്നി സ്റ്റോക്കുകൾ ഒരു ലോട്ടറിയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ഡാറ്റ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം നഷ്ടം വരുത്തി വെച്ച സ്റ്റോക്കുകൾ 1000 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളാണ് ഏറ്റവും അധികം നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് വരുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റുകളും അറിയിക്കുക.